ഹായ് എവരിവൺ, സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എന്തോ പോയിട്ട് എടുത്ത വീഡിയോ അല്ലാതെ പിന്നെ ഞാൻ അധികം വ്ളോഗൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരുപാട് നാളായി, കാരണം 2 വീക്സോളം എനിക്ക് ഒരു ചുമ ഒക്കെ ആയിട്ട് വയ്യായിരുന്നു. പിന്നെ വർക്കിൽ കുറച്ച് ബിസിയൊക്കെ ആയിട്ട് അതിൻ്റെ കുറേ കൺഫ്യൂഷൻസും ഒക്കെ ആയി അങ്ങനെ പോയി. വ്ളോഗ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഫ്രൈഡേ 7 o'clock കഴിഞ്ഞു. ഇപ്പോൾ നൈറ്റ് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്കൊന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അർജു ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇൻലോസിൻ്റെ കൂടെ ജസ്റ്റ് പുറത്ത് പോകുന്ന ഒരു കുട്ടി വീഡിയോ പോലെ എടുക്കാം. വലിയ കണ്ടൻറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഞാൻ അധികം കണ്ടൻറ്റ് ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് നോക്കാം ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന്. എനിക്കൊന്ന് ജസ്റ്റ് എൻ്റെ നാട്ടിലും അമ്പലത്തിലും ഉത്സവത്തിന് ഡ്രസ്സ് എടുക്കണം. എനിക്ക് 1-2 നല്ല കുർത്ത കിട്ടുമോ എന്നൊക്കെ നോക്കാമെന്ന് കരുതി പോണതാണ്. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷേ ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചു വരാം. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇവിടെ കോഴിക്കോട് പേരാമ്പ്രയിലുള്ള ഗ്രാൻഡ് ഹൗസിൽ പോയിട്ട് കുർത്തെടുക്കാമെന്ന് കരുതിയിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കാണ്. ഞാൻ ഓൺലൈനിലെല്ലാം കുറച്ചൊക്കെ നോക്കിയെങ്കിലും അതെല്ലാം വരാൻ ടൈം എടുക്കുന്നതായപ്പോഴത്തേക്കും എന്ന അച്ഛനോട് പറഞ്ഞു നമുക്ക് പോയി ഗ്രാൻഡ് ഹൗസിൽ പോയി നോക്കാമെന്ന് കരുതി. ഞങ്ങൾ ഗ്രാൻഡ് ഹൗസിലെത്തി. ഞാൻ 1-2 കുർത്തയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. എനിക്കൊരു 2-3 ഇഷ്ടമായി. അപ്പോൾ കുറച്ച് ഞാൻ പർച്ചേസ് ചെയ്തു. ഞാനപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും കുർത്ത കിട്ടുമോ, മാക്സി കിട്ടുമോ എന്നൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പക്ഷെ അത്ര ഇഷ്ടമായതൊന്നും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിക്ക് ചെറിയൊരു വാശി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഉറക്കം വരലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഡ്രസ്സൊക്കെ എടുത്തത് ട്രയൽ നോക്കുന്നവരെ ഞാനിങ്ങനെ അവിടെ ബ്രൈഡൽ കളക്ഷനൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. വാലൻറ്റൈൻസ് ഡേയുടെ തലേ ദിവസമായതുകൊണ്ട് ഗ്രാൻഡ് ഹൗസ് കംപ്ലീറ്റ് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേഷനിലായിരുന്നു. അതായത് അവർ ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള 2 കുട്ടികൾ ജാനിക്ക് ഇങ്ങനെ ബലൂൺസൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പയ്യെ അർജുനെ വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അർജു പേരാമ്പ്ര ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അർജുനെയും കൂട്ടി തൊട്ടടുത്തുള്ളൊരു കടയിൽ ചായ കുടിക്കാനായിട്ട് പോകാൻ ഇറങ്ങി. എനിക്ക് കോഴിക്കോട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ വൈകുന്നേരത്തെ ചായക്കടകളാണ്. പല രീതിയിലുള്ള സ്നാക്സ് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകിയതുകൊണ്ട് 1-2 കിളിക്കൂടും ഫലാഫൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 1-2 എണ്ണം പറഞ്ഞിട്ട് ഞാനൊരു കട്ടൻ കാപ്പിയും അവരെല്ലാവരും ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് 2-3 സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു നിന്നു. അവധിയുള്ളപ്പോൾ ഞാനും അർജുനും ഫ്രണ്ട്സും കൂടെ ഇവിടെ പേരാമ്പ്ര ബൈപ്പാസിൽ ഇതുപോലെ ചായക്കടകളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനത്തെ സ്നാക്സൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ജാനിനെ കൊണ്ട് അവർ കാറിൽ പൊക്കോളാം, ഞങ്ങൾ ബൈക്കിൽ പോരുന്നു. അപ്പോൾ അർജുൻ ഞാനും ബൈക്കിന് പയ്യെ വീട്ടിലേക്ക് പോയി. അച്ഛനും അമ്മയും ജാനിനെ കൂട്ടി കാറിൽ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.